എല്ലാ പ്രേക്ഷകർക്കും അക്ഷരപ്പുലരിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് UAE പ്രശസ്ത എഴുത്തുകാരനായ ശ്രീ ജോയ് ഡാനിയൽ സാറാണ്. സാറിന് അക്ഷരപ്പുലരിയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സന്തോഷം. UAE പ്രവാസി സാഹിത്യത്തിൽ ജോയ് ഡാനിയൽ സാറിന് ഒരു പ്രമുഖ സ്ഥാനമുണ്ട്. 2021 നവോദയ അക്ഷര പുരസ്കാരം, പിന്നെ 2023 പാം അക്ഷരതൂലിക പുരസ്കാരവും അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അമ്മിണിപ്പിലാവ് എന്ന ഈ കഥാസമാഹാരമാണ് അത് കരസ്ഥമാക്കിയിട്ടുള്ളത്. നമുക്കതിനെപ്പറ്റി പുസ്തകത്തിലെ കഥകളെ പറ്റിയെല്ലാം നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. ഓക്കെ, സന്തോഷം. ഇതിൻ്റെ പിന്നിലെ എന്താണ് അങ്ങയുടെ എഴുതാനുണ്ടായ ഈ കഥകളുടെ പിന്നിലുള്ള പ്രേരണ? അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പ്രേരണ എന്ന് പറയാൻ പറ്റില്ല. കഥകൾ നമുക്ക് എപ്പോഴും എഴുതാൻ സാധിക്കുന്ന ഒന്നല്ല. എന്തെങ്കിലും ഒരു പ്രത്യേക കാരണത്താൽ എഴുതാൻ പറ്റുന്നതും അല്ല കഥകൾ. മനസ്സിൽ നമ്മൾ ഉള്ളിൽ ഈ കഥാപാത്രങ്ങൾ വല്ലാതെ വന്ന് തിങ്ങി നിറയുമ്പോൾ നിറഞ്ഞു തുളുമ്പിയിരിക്കുന്ന ഒരു പാത്രത്തിൽ നിന്ന് ജലം പുറത്തേക്ക് പോകുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ അത്രമാത്രം നിറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ് ഈ കഥാപാത്രങ്ങൾ. അത് തന്നെ അതിൽ എത്രമാത്രം നമ്മൾ എഴുതി ഫലിപ്പിക്കാൻ പറ്റുന്നു എന്നതാണ് എഴുത്തുകാരനെ സംബന്ധിച്ചുള്ള ഒരു വിജയം എന്ന് തോന്നുന്നു. ഞാൻ ജനിച്ചു വളർന്നത് ഒരു പത്തനംതിട്ടയിലെ ചെറിയൊരു ഗ്രാമത്തിലാണ്. സാധാരണ മലകളും കാടും പുഴയും തോടും ഒക്കെയുള്ള ഒരു ഗ്രാമത്തിൽ. ആ ഒരു ഗ്രാമത്തിൻ്റെ പശ്ചാത്തലം എന്നെ വല്ലാതെ സ്വാധീനിക്കുകയും ഒരുപാട് കഥകൾ, ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയതും പല തലമുറകളെ കാണാൻ പറ്റി എന്നുള്ളതും നമ്മുടെ ഒരു 70, 80, 90കളിലെ ഒരു ജീവിത സാഹചര്യങ്ങളും ഒക്കെ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ എഴുത്തിലേക്ക് എന്നെ ഇഷ്ടപ്പെടുവാനും വായന ഇഷ്ടപ്പെടുവാനും പിന്നെ എഴുത്തിലേക്ക് എത്തപ്പെടുവാനും കാരണമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, വളരെ റിച്ചായൊരു ബാല്യകാലം ഉണ്ടായിരുന്നു അല്ലേ? റിച്ച് എന്ന് പറയുമ്പോൾ കഥകളാലും അതെ, സ്കൂളിലെങ്ങും പഠിക്കുമ്പോൾ ഞാൻ വായനയൊന്നും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. മീൻസ് സീരിയസ് ആയിട്ടുള്ള വായനയിലൊന്നും അതിനുള്ള ഒരു കാലം പറ്റുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല. നമുക്ക് ജീവിത സാഹചര്യങ്ങൾ ആ രീതിയിലായിരുന്നു. പക്ഷേങ്കിൽ ചെറിയ ബാലപ്രസിദ്ധീകരണങ്ങൾ ഒക്കെ ഒരുപാട് കിട്ടുന്നതൊക്കെയും വായിക്കാൻ താല്പര്യമായിരുന്നു. പിന്നെ അതേപോലെ നമ്മളുടെ പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ, മംഗളം, മനോരമ, ഇങ്ങനെയുള്ള ആഴ്ചപ്പതിപ്പുകളൊക്കെ എല്ലാം തുടർച്ചയായി വായിക്കുകയും മലയാളത്തിലെ അന്നത്തെ കാലത്തെ ഒട്ടുമുക്ക എഴുത്തുകാരായ എല്ലാ എഴുത്തുകാരുടെയും മീൻസ് ഇത്തരം മാസികകളിൽ വരുന്ന എഴുത്തുകാരുടെയൊക്കെ ലളിതവും സുന്ദരവുമായ കഥകളൊക്കെ വായിക്കുകയും നോവലുകളൊക്കെ വായിക്കുകയും ബാലപ്രസിദ്ധീകരണങ്ങളിൽ കൂടുതൽ വായിക്കുകയും ചെയ്തത് ഒരു പ്രചോദനമായി. അപ്പോൾ എന്തുകൊണ്ട് എനിക്കും എഴുതിക്കൂടാ എന്ന് ചിന്തിക്കുകയും ചില കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എഴുതി ഇത്തരം പ്രസിദ്ധീകരണങ്ങളൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു സ്കൂൾ കാലഘട്ടത്തിൽ. അതിനുശേഷം കോളേജിലേക്ക് വരുമ്പോഴാണ് വിശാലമായ എഴുത്തിൻ്റെ ഒരു ലോകത്തേക്ക് നമ്മൾ കാണുന്നത്. അങ്ങനെയാണ് OV വിജയൻ, MD വാസുദേവൻ നായർ, ബഷീർ, തകഴി, ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് നമ്മുടെ വായന കൂടുതൽ മാറുകയും അത് പിൽക്കാലത്ത് കോളേജ് കാലങ്ങളിൽ എഴുത്തിൻ്റെയും വായനയുടെ ശൈലി മാറുകയും അത് എഴുത്തിനെ സ്വാധീനിക്കുകയും ചെയ്തു. അങ്ങനെ റിച്ചായി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ വളരെ റിച്ചായിരുന്നു എന്ന് പറയാം. അത് ബുദ്ധിമുട്ടും പ്രയാസവും ആണെങ്കിലും സന്തോഷമാണെങ്കിലും നമ്മൾ ആസ്വദിക്കുകയും ഒരു സ്വതന്ത്രമായി ജീവിക്കാനുള്ള എല്ലാം കണ്ടും കേട്ടും അനുഭവിക്കാനുമുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് ഒരു റിച്ച് എന്ന് തന്നെ പറയാം. അത് കഥകൾക്ക് പിൽക്കാലത്ത് പ്രയോജനപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കഥകൾ വായിക്കുമ്പോഴും എനിക്ക് ഫീൽ ചെയ്തതും അത് തന്നെയാണ്. കാരണം മഹാഭാരതം ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അമർ ചിത്രകഥകളുടെ കാര്യം പറഞ്ഞില്ലേ, അതുപോലെ കുറേ കാര്യങ്ങളിൽ കുറേ കഥകളിൽ എല്ലാത്തിൻ്റെ ഒരു അംശം കെടുക്കുന്നതായിട്ട് ഫീൽ ചെയ്തു. പിന്നെ എഴുത്തുവഴിയിൽ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്? കുടുംബത്തിൽ നിന്ന് ആരെങ്കിലുമൊക്കെ സപ്പോർട്ട് ചെയ്തിരുന്നോ? അതെ, എഴുത്തുവഴിയിൽ എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ബഷീർ പറഞ്ഞ ഈ മഹാഭാരതവും രാമായണവും ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, അതേപോലെ ബൈബിൾ സംബന്ധമായ കഥകൾ, ഇതൊക്കെ തന്നെയാണ്. എൻ്റെ കുടുംബത്തിൽ എനിക്കറിയാവുന്ന ആരും ഒരു എഴുത്തുകാരോ
സീരിയസ് ആയിട്ടുള്ള വായനക്കാർ ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ തന്നെ ഞങ്ങൾ 10 പേരുള്ള മക്കളുള്ള കുടുംബമാണ്. അതിൽ ആരും എഴുതാറോ അധികം വായനയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതിലെന്നെ പരിപോഷിപ്പിച്ചിട്ടും ഇല്ല എന്നാണ് പറയാനുള്ളത്. പക്ഷെങ്കിൽ എൻ്റെ പക്ഷെങ്കിൽ എൻ്റെ അമ്മ ചെറുപ്പകാലത്ത് മടിയിൽ പിടിച്ചിരുത്തി എന്നോട് കഥകൾ പറയുമായിരുന്നു. അതായത് നാട്ടിലെ ചില കഥകൾ, രസകരമായ കഥകൾ, അതേപോലെ ബൈബിളിലെ കഥകൾ. ഈ ഒരു കഥാപറച്ചിൽ എന്നെ ഭയങ്കരമായി സ്വാധീനിച്ചിട്ടുണ്ട്. ഒരാൾ പറയുന്ന കഥ രസകരമായി എങ്ങനെ മറ്റുള്ളവരിൽ എത്തിക്കാം എന്നതിൻ്റെ ഒരു വിത്ത് പാകിയത് എനിക്ക് തോന്നുന്നു അമ്മയുടെ മടിയിൽ ഇരുന്ന് കേട്ട ആ ഒരു കഥാ ലോകമാണ്. പിന്നീട് അമർ ചിത്രകഥകളുടെ കാര്യം പറഞ്ഞു. അന്നൊക്കെ നമുക്ക് ബാല്യകാലത്തിൽ അമർ ചിത്രകഥകളാണല്ലോ വായിക്കുന്നത്. അപ്പം വരുന്ന പൂമ്പാറ്റ അമർ ചിത്രകഥ, ബാലരമ അമർ ചിത്രകഥ, അങ്ങനെ വരുന്നതും അതുപോലുള്ള കഥകളെല്ലാം വായിച്ച് പ്രധാനപ്പെട്ട മഹാഭാരതത്തിലെയും രാമായണത്തിലെയും ബൈബിളിലെയും എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനസ്സിൽ പതിഞ്ഞു. അന്ന് പതിഞ്ഞ ആ കഥാപാത്രങ്ങളെ വിശാലമായ ക്യാൻവാസിൽ പിൽക്കാലത്ത് ആനന്ദ് നീലകണ്ഠൻ്റെ കലി, അതേപോലെ ഭാരതമാരാരുടെ ഭാരത പര്യടനം, അതേപോലെ ഇനി ഞാൻ ഉറങ്ങട്ടെ, MTയുടെ രണ്ടാം ഊഴം, ഇങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചപ്പം കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് ആ ഒരു രീതി. മഹാഭാരത കഥകൾ പോലെയുള്ള ഇതിഹാസ കഥകളെ വ്യത്യസ്തമായൊരു വീക്ഷണകോണിൽ കൂടെ കാണാനുള്ള ഒരു ശ്രമവും ഇതിലെ ഒരു കഥയിലും എനിക്ക് മനസ്സിലായി. ചന്ദ്രസ്വരൂപ എന്ന സാറിൻ്റെ ഫേവറേറ്റ് കഥയുണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് പറയാമോ? ചന്ദ്രസ്വരൂപ എഴുതാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ മഹാഭാരതത്തിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ്. മഹാഭാരതത്തിൽ നമ്മൾ കാണാത്ത ഒരു കഥാപാത്രത്തെ എൻ്റെ കഥയിൽ കൊണ്ടുവരാനും, എല്ലാവരും പറഞ്ഞ കഥകൾ പറയുന്നതിനേക്കാൾ ഇതിലില്ലാത്തൊരു ക്യാരക്ടറിനെ കൊണ്ടുവരികയും ബാക്ക്ഗ്രൗണ്ടിൽ മഹാഭാരതം പറഞ്ഞു പോവുകയും എന്നാൽ പ്രധാനത്തെ രീതിയിൽ ചന്ദ്രസ്വരൂപ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ മഹാഭാരതത്തിൽ എങ്ങുമില്ല. അവരുടെ ജീവിതവും രീതികളും ശൈലികളും അവരുടെ ഭർത്താവും ഒന്നുമില്ല. പക്ഷെങ്കിൽ നമ്മുടെ അരക്കില്ലം വരണാപദം എന്ന് പറയുന്ന സ്ഥലമാണല്ലോ അരക്കില്ലത്തിൻ്റെ. ആ സ്ഥലവും എൻ്റെ മനസ്സിൽ പണ്ടേ പതിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ജീവിത രീതികളിലും അന്ന് വരണാബദ്ധം എന്ന് പറഞ്ഞ സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരു യുവതി ഭർത്താവും അവർക്കുണ്ടാകുന്ന ഒരു കുട്ടി, ഇതൊക്കെ വെച്ചിട്ട് ഈ കഥ മോൾഡ് ചെയ്തെടുക്കുകയായിരുന്നു. പക്ഷെങ്കിൽ 101 കൗരവരുടെ ജനനം എന്നത് എനിക്കെന്നും ഒരു ചോദ്യചിഹ്നമായിരുന്നു. ആ ഒരു ചോദ്യചിഹ്നമാണ് ഈ കഥയിലെത്തപ്പെടാനും. പിന്നെ ഇൻഡയറക്റ്റായിട്ട് ഇതിൽ കഥയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ദുര്യോധനൻ്റെ ജനനം, അന്നേരം ഉണ്ട് അപശകുനങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളും, മഹാഭാരത യുദ്ധം, എത്രയോ ആൾക്കാർ യുദ്ധം നടത്തി അവസാനം വിരലിലുണ്ടാവുന്ന ആൾക്കാർ മാത്രം അവശേഷിക്കുകയും ചെയ്ത യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതൊക്കെ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. അതിൽ മഹാഭാരതം ഒരുപാട് പലതവണ പല രീതിയിൽ വായിക്കപ്പെട്ടതിൻ്റെ ഒരു അശുദ്ധാത്മാവും അതേപോലെ പല ക്യാരക്ടേഴ്സ്, കർണനുമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് കർണൻ മഹാഭാരതത്തിലെ. അങ്ങനെ പലരെയും കൊണ്ടുവരാൻ അവർ പുറയിൽ നിൽക്കുകയും ഫ്രണ്ടിൽ നമ്മുടെ ചന്ദ്രസ്വരൂപ എന്നതും ബ്രഹ്മസരോവരത്തിന് മുന്നിൽ കഥ തുടങ്ങുന്നു, അവിടെ തന്നെ അവസാനിക്കുന്നു. ആ ബ്രഹ്മസരോവരത്തിന് തന്നെ വലിയൊരു കഥയുണ്ട്, ബ്രഹ്മാവ് സൃഷ്ടിച്ചതും അങ്ങനെയുള്ള കഥകളൊക്കെ. ഇത് പഴയകാലത്ത് വായിച്ച മഹാഭാരതത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. ചന്ദ്രസ്വരൂപ തികച്ചും ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ് അല്ലേ? അതെ. അങ്ങനെ ഒരു ക്യാരക്ടർ മഹാഭാരതത്തിലില്ല. പക്ഷെങ്കിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്തുകൊണ്ട് ഒരു സ്ത്രീ അക്കാലത്ത് അന്നത്തെ ജീവിത സാഹചര്യങ്ങൾ, യുദ്ധം, ആർക്കും അറിയാലോ, കൊച്ചു നാട്ടുരാജ്യങ്ങൾ, അവിടെ എവിടെ വേണേലും ആരെയും പിടിച്ചുകൊണ്ട് പോവുകയും എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. ഏത് രാജാക്കന്മാരും പുറത്തുനിന്ന് വരുന്ന രാജാക്കന്മാർ നമ്മുടെ രാജ്യത്തെ അറ്റാക്ക് ചെയ്യുന്നു, സ്ത്രീകളെയും കുട്ടികളെയും ഒരുപാട് ഉപദ്രവിക്കുന്നു. ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൻ്റെ കാലഘട്ടം കണ്ടതാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു വിഷയമാണ് ചരിത്രം. ഞാൻ പഠിച്ചതും ചരിത്രം തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടം അന്നത്തെ കാലത്ത് കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചുകൂടാ? 100 കുടുംബങ്ങളിൽ നിന്ന് കടിഞ്ഞൂലുകളെ ഗാന്ധാരിയുടെ ഒരു ഓർഡറിൻ്റെ പുറത്ത് പിടിച്ചുകൊണ്ട് പോവുകയും ഹസ്തിനപുരത്ത് കൊണ്ട് താമസിപ്പിക്കുകയും ആ കുട്ടികളെ അതിൽ 100-200 ആവാം, അതിൽ ഏറ്റവും ബെറ്റർ എന്ന് തോന്നുന്ന 100 കുട്ടികളെ എടുത്ത് വളർത്തുകയും അവരെ കൗരവർ എന്ന് പേരിട്ടുകൂടെ എന്നൊരു ചിന്തയും എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ട്. ഇത് തികച്ചും എൻ്റെ ഒരു ചിന്ത മാത്രമാണ്. അത് വളരെ വ്യത്യസ്തമായൊരു ചിന്താഗതിയാണ്. വളരെ ഇതിനെ എടുത്തു പറയാവുന്ന ഒരു കഥയാണ് ചന്ദ്രസ്വരൂപ. പിന്നെ പറയുകയാണെങ്കിൽ അമ്മിണി പിലാവ് എന്ന സമാഹാരത്തിലെ ടൈറ്റിൽ സ്റ്റോറി തന്നെയായിട്ടുള്ള അമ്മിണി പിലാവ് എന്നുള്ളത് അതും ഒരു ഫേവറേറ്റ് കഥ തന്നെയാണ്. കാരണം അത് ഗ്രാമാന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു കഥയാണ്. പക്ഷേ നമുക്ക് എത്രമാത്രം ഒരു പിലാവ്, എന്താ പറയുക, പിലാവ് നമ്മളുടെ ജീവിതവുമായിട്ട് ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്നുള്ള
ഇത് പ്രകൃതിയുമായി മനുഷ്യൻ എത്ര ഇഴുകിച്ചേർന്നാണ് ജീവിച്ചിരുന്നത് എന്നുള്ള ഒരു അതുപോലും നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ? എങ്ങനെ പറഞ്ഞു വന്നാലും അതിൻ്റെ ഒരു എസെൻസ് ആ കഥയുടെ ഒരു മെയിൻ കഥാപാത്രം ഒരു സ്ത്രീയായി മാറുന്നു എന്നുള്ളതും ഈ കഥകളുടെ എല്ലാം പ്രത്യേകതയാണ്. ഒന്നില്ലെങ്കിൽ അതിൻ്റെ കേന്ദ്ര കഥാപാത്രം ഒരു സ്ത്രീ ആയിരിക്കും, അല്ലെങ്കിൽ അതിനെ ആ കഥയെ നയിക്കുന്ന ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും കഥാഗതി തിരിച്ചുവിടുന്നതും ഒരു സ്ത്രീ ആയിരിക്കും. അങ്ങനെയുള്ളൊരു പുസ്തകമാണ് സാറിൻ്റെ അമ്മിണി പിലാവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അമ്മിണി പിലാവ് എന്നുള്ള കഥയെ പറ്റിയിട്ടൊന്ന് പറഞ്ഞാലോ സാറിൻ്റെ? ആ കഥ എൻ്റെ ജീവിതത്തിൽ, എഴുത്ത് ജീവിതത്തിൽ വല്ലാത്ത ഒരു വഴിത്തിരിവായ ഒരു കഥയാണ്. കാരണം ഏതാണ്ടൊരു 10-15 വർഷത്തോളം എഴുത്തിൽ നിന്നും വായനയിൽ നിന്നും വിട്ടുനിന്ന ഒരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. അതായത് ഒരു ജേർണലിസ്റ്റ് ആവണമെന്നായിരുന്നു വല്ലാത്ത ആഗ്രഹം. അത് സാധിക്കാതെ വന്നപ്പോൾ ഗൾഫിലേക്ക് വരികയും എഴുത്തും വായനയും പൂർണ്ണമായി നിർത്തുകയും ചെയ്തു. അതിനുശേഷം വായനയിലേക്ക് തിരിച്ചു വരികയും എഴുത്ത് പതുക്കെ തുടങ്ങുകയും ചെയ്ത സമയത്ത് ഏതാണ്ട് ഒരു വർഷത്തോളം എഴുതി മാറ്റി വെച്ച് പോളിഷ് ചെയ്ത കഥയാണ് ഈ അമ്മിണി പിലാവ്. നാട്ടിൽ നമ്മൾ സാധാരണ പ്ലാവ് എന്ന് പറയുന്നത് നാടൻ ശൈലിയിൽ പിലാവ് എന്നാക്കിയെന്നേ ഉള്ളൂ. ഈ കഥ ഞാൻ ഒന്നും ആലോചിക്കാതെ ചന്ദ്രിക ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുത്തു. മറുപടി എനിക്ക് ഒന്നും അറിയില്ല, അയച്ചു കൊടുത്തു. അവരുടെ ഇമെയിൽ ID കണ്ടു അയച്ചു കൊടുത്തു. പക്ഷെങ്കിൽ ഈ കഥ അവർ വളരെ ഗംഭീരമായി സ്വീകരിക്കുകയും ആലക്കം ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൻ്റെ, അത് കോവിഡ് കാലത്താണെന്ന് തോന്നുന്നു, കോവിഡിൻ്റെ സമയത്ത് ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൻ്റെ മുഖചിത്രമായി ഇതിൻ്റെ ചിത്രം വരികയും പ്രശസ്ത ചിത്രകാരൻ കൊച്ചി ബോബായുടെ കസിനാണ് നമ്മുടെ സലീം റഹ്മാൻ, അദ്ദേഹത്തിൻ്റെ ഗംഭീരമായ ഒരു ചിത്രങ്ങളോടുകൂടിയാണ് ഈ കഥ എന്ന് വന്നത്. ഈ കഥ വായിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെടുകയും എന്നെ ഒരുപാട് വിളിക്കുകയും ചന്ദ്രികയ്ക്ക് തന്നെ ഒരുപാട് അതിൽ കത്തുകൾ വരികയും ഒക്കെ ചെയ്തു. അതിൽ പ്രിയപ്പെട്ട PK ഗോപി സാറുണ്ട്, കവിയും എഴുത്തുകാരനുമായ ഗോപി സാറും എന്നെ വിളിച്ച് നന്നായി എന്ന് പറഞ്ഞു. പുള്ളി ഇത് വായിച്ചിട്ട് എനിക്ക് ഒരു പുറം നിറച്ച് പുസ്തകത്തെ കഥയെപ്പറ്റി അഭിപ്രായം പറഞ്ഞു തന്നു. അതെനിക്ക് വല്ലാത്ത ഒരു, ഇങ്ങനെയും കഥ പറയാം, ലളിതമായ കഥ പറയുന്നതും ഒരു സാധ്യതയാണ് എന്നൊരു ലൈൻ പുള്ളി പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെടുകയും എൻ്റെ രണ്ടാമത്തെ ഒരു എഴുത്ത് ജീവിതത്തിൽ ഒരു വഴിത്തിരിവാവുകയും ചെയ്തു ഈ അമ്മിണി പിലാവ്. ഒരുപാട് നാട്ടിലുള്ള ഗ്രേസി ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരു ചിത്രകാരിയുണ്ട്. ആള് ഈ കഥ വായിച്ചിട്ട് അതിലെ ഒരു പ്രഗ്നൻ്റായി നിൽക്കുന്ന സ്ത്രീയുടെ ചിത്രം എനിക്ക് വരച്ച് അയച്ചു തരികയും ചെയ്തതിന് വല്ലാതെ സന്തോഷമുണ്ടാക്കി. അങ്ങനെ ഒരുപാട് നാട്ടിലും ഇവിടെയും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കഥയാണ് അമ്മിണി പിലാവ്. എന്നെ സംബന്ധിച്ച് എഴുത്ത് ജീവിതത്തിലേക്കുള്ള രണ്ടാമത്തെ വരവിന് ഒരു തുടക്കമായത് ഈ ഒരു കഥ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്ന് സലീം റഹ്മാൻ വരച്ച അതേ ചിത്രമാണ് ഈ പുസ്തകത്തിൻ്റെ കവർ ചിത്രമായിട്ട് ഞാൻ ചേർത്തിരിക്കുന്നത്. 95-ൽ എഴുത്ത് തുടങ്ങിയെങ്കിലും പുസ്തകമായിട്ട് എൻ്റെ ഒരു കഥാസമാഹാരമായിട്ട് വന്നത് 2023-ലാണ്. 95-ലാണ് ആദ്യത്തെ കഥ. അതെ 1995 കോളേജിൽ പഠിക്കുമ്പോൾ ഡിഗ്രി കാലത്ത് മംഗളത്തിലാണ് ഒരു കഥ വന്നത്. ആദ്യ കഥ എന്ന് പറയുന്നുവെങ്കിലും അതിനു മുന്നേ ഞാൻ ബാലപ്രസിദ്ധീകരണങ്ങളിൽ കഥകളൊക്കെ ചെറിയ കഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള കഥകളായിരുന്നു. പക്ഷേ ഒരു കഥയുടെ പൂർണ്ണതയിൽ എന്ന് പറയുമ്പോൾ അത് ഒരു ശവപ്പെട്ടിയും അതിൻ്റെ യജമാനനും എന്നൊരു കഥ മംഗളത്തിന് അയച്ചു കൊടുത്തു. അതും എനിക്കറിയില്ല, അയച്ചു കൊടുത്തു. അത് പ്രസിദ്ധീകരിച്ചതും ഞാൻ അറിഞ്ഞില്ല. പക്ഷേ ഒരു ദിവസം അവിടുന്ന് മണി ഓർഡർ, ഒരു 50 രൂപയുടെ മണി ഓർഡർ വീട്ടിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനിടയിൽ എഴുതിയത് മംഗളം ആഴ്ചപ്പതിപ്പിൽ താങ്കളുടെ പ്രസിദ്ധീകരിച്ച കഥയ്ക്കുള്ള പ്രതിഫലം എന്ന് പറഞ്ഞ് പോസ്റ്റ്മാൻ ഒരു മണി ഓർഡറിന് കുറിപ്പ് കൊണ്ടുവന്നപ്പോഴാണ് ഈ കഥ പ്രസിദ്ധീകരിച്ചല്ലോ എന്ന് ഞാൻ അറിയുന്നത്. അങ്ങനെ തുടങ്ങിയെങ്കിലും എനിക്കൊരു പുസ്തകം പ്രസിദ്ധീകരിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. വായനക്കാരെ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു ചോദ്യമായിരുന്നു. പിൽക്കാലത്ത് ഞാൻ ശിഹാബുദ്ദീൻ പൊയ്ത്തും കടുവിനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം ഇതേപോലെ തന്നെ 5-6 വർഷം കഴിഞ്ഞ ശേഷമാണ് പുസ്തകമൊക്കെ പ്രസിദ്ധീകരിച്ചത് എന്ന് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ജീവിതം അതേപോലെ ആണല്ലോ എന്ന് ചിന്തിച്ചു. വ്യക്തമായ സപ്പോർട്ട് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അത്. അങ്ങനെയല്ല, നമ്മൾ എഴുതുന്നത് ഒരു വായനക്കാരുടെ ഇടയിൽ എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബാധ്യതയാണ്. വെറുതെ ഒരു പുസ്തകം പേരിന് വേണ്ടി ഇറക്കിയിട്ട് കാര്യമില്ല. ഇത് വായനക്കാരൻ സ്വീകരിക്കുമോ, എന്നിലെ എഴുത്തുകാരൻ എത്രമാത്രം വളർന്നു എന്നറിയാൻ എനിക്കൊരു വലിയൊരു ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് പലതവണയും പുസ്തകം ഇറക്കാം. ഷാർജയിലൊക്കെ വന്നിട്ടും 2003-ൽ UAE എത്തപ്പെട്ട ഞാൻ 2015-ലാണ് ആദ്യമായിട്ട് ഷാർജ പുസ്തകമേളയിൽ എത്തുന്നത്. അപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു. പിന്നെ വളരെ കാലം വിട്ടുനിന്നു. ഇതൊക്കെ ഒരു പുസ്തകം ഇറക്കിയാൽ വായനക്കാർ സ്വീകരിക്കുമോ, അവർ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ആ സമയത്ത് ബഷി പറഞ്ഞതുപോലെ 2021-ൽ എനിക്ക് പാം പുസ്തകപ്പുരയുടെ ഒരു പുരസ്കാരം ലഭിച്ചു. 2023-ൽ ദമാമിൽ നവോദയ സാംസ്കാരിക വേദിയുടെ
ഒരു പുരസ്കാരം ലഭിച്ചു. അതിനുശേഷം കഴിഞ്ഞ 2 വർഷം മുന്നേ അസ്മോ പുത്തൻചിറയുടെ ഒരു പുരസ്കാരം ലഭിച്ചു. പിന്നെ അങ്ങനെ പിന്നെ നമ്മുടെ സഭയുടെ മലങ്കര സഭയുടെ അവാർഡ്, ഞാൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഒരു പുരസ്കാരം, ഇങ്ങനെയൊക്കെ കുറേ പുരസ്കാരങ്ങൾ കിട്ടിയപ്പോൾ ഓക്കെ ഇത് വായനക്കാർക്ക് ഇഷ്ടപ്പെടും എന്നൊരു ചിന്ത വരികയും അങ്ങനെയാണ് ആദ്യത്തെ ഒരു ധൈര്യത്തോടു കൂടി പുസ്തകം ഇറക്കാൻ കാരണമായത്. ഇതിൽ നമ്മൾ പറഞ്ഞതുപോലെ സ്ത്രീ കഥാപാത്രങ്ങളാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ എന്നുള്ള ഒരു എഴുതി വന്നപ്പോൾ, പുസ്തകമായി പ്രസിദ്ധീകരിച്ചപ്പോൾ എല്ലാത്തിലും സ്ത്രീകൾ ആണ് മുഖ്യ കഥാപാത്രം എന്നുള്ള ഒരു ഇത് വന്നു എന്ന് പറഞ്ഞു. അത് മനഃപൂർവ്വമായിട്ട് ഉണ്ടാക്കിയതല്ല, യാദൃശ്ചികമായി വന്നു ചേർന്നതാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു അതിൻ്റെ കാരണങ്ങൾ? കാരണമെന്ന് പറഞ്ഞാൽ, ഒരിക്കലും ഒരു കഥ എഴുതുമ്പോൾ ഒരു പ്രത്യേക ക്യാരക്ടറിനെ ഒരു പുരുഷനാണോ സ്ത്രീയാണോ അങ്ങനെയൊന്നും ചിന്തിച്ചല്ല എഴുതുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിൽ വല്ലാതെ ഒരു വിത്ത് വന്ന് വീഴുകയും പിന്നെ അത് വളർന്ന് മാസങ്ങളെടുത്ത് ചിലപ്പോൾ വർഷങ്ങളെടുത്ത് ആ കഥയായി തീരുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ പുസ്തകം പബ്ലിഷ് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞ് ഞാൻ പുസ്തകത്തിൻ്റെ പേജുകളിലൂടെ ചുമ്മാ വെറുതെ ഇങ്ങനെ ഓടിച്ചു പോയപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇതിൽ വന്നിരിക്കുന്ന മിക്ക കഥാപാത്രങ്ങളും സ്ത്രീകളാണല്ലോ, ഡയറക്റ്റ് കൂടുതലും ഇൻഡയറക്റ്റ് ചില കഥാപാത്രങ്ങളും വന്നിരിക്കുന്നു എന്നുള്ളത് എനിക്ക് തന്നെ ഒരു കൗതുകമായി തോന്നി. സ്ത്രീകളല്ല എന്നുള്ള കേന്ദ്ര കഥാപാത്രം എന്നുണ്ടെങ്കിൽ പോലും ആ കഥാഗതിയെ അതെ, റിഡൻഡൻസി എന്ന് പറഞ്ഞ കഥയിൽ ആ പുരുഷനാണ് UAE താമസിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അതിൽ പക്ഷേ പ്രധാന കഥാപാത്രമായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത് സ്ത്രീ തന്നെയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ജീവിച്ച സാഹചര്യം, നമ്മളെ സ്വാധീനിച്ച അമ്മയും നമ്മുടെ പെങ്ങന്മാരും ഭാര്യയും മക്കളും ഇവരൊക്കെ കൂടുതലും ഒരു പുരുഷനെ സംബന്ധിച്ച് എപ്പോഴും അവർക്ക് സ്വാധീനിക്കാൻ കൂടുതൽ ഉള്ളത് സ്ത്രീകളാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് കൂടുതൽ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ആ ഒരു രീതിയിലായതുകൊണ്ടാവാം കഥകൾ പോലും അറിയാതെ അങ്ങനെയായി മാറുന്നത്. റിഡൻഡൻസി എന്ന കഥ ഒരു പ്രവാസ ലോകത്തിലെ ഒരു വ്യത്യസ്തം എന്നല്ല, അത് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കഥയാണ്. ഒരു ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ കണ്ടുപോകുന്ന ചില മനുഷ്യരുടെ കഥയാണ്. കുറേ മുൻപ് ജോലി നഷ്ടപ്പെട്ടിട്ടൊക്കെ കുറേ പ്രവാസികൾ വിഷമത്തിലായിരുന്നു. അതുപോലെ ഉള്ള ഒരു ആളുടെ ഒരു മാനസിക സംഘർഷവും കടന്നു പോകുന്ന സാഹചര്യങ്ങളും ഒക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അതിലും ഒരു കേന്ദ്ര കഥാപാത്രം ഒരു പുരുഷനാണെങ്കിലും അയാളുടെ എല്ലാ കാര്യങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അയാളുടെ ഭാര്യ ആണ്. ഭാര്യയെ പറ്റി ഇൻഡയറക്റ്റായി പറയുന്നേ ഉള്ളൂ എങ്കിലും അതാണ് അതിൻ്റെ കഥാഗതിയെ നിയന്ത്രിക്കുന്നതെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള എല്ലാ കഥകളും ഏകദേശം അതുപോലെ നല്ല, അത് തന്നെ എല്ലാ കഥകൾക്കും ഇതുപോലെ ഓരോ കഥയും ഇത് ഞാൻ പറഞ്ഞില്ലേ കുറേ ഒരു അമ്മയോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അതൊരു അതിലൊക്കെ ചിലത് നമ്മുടെ ജീവിതം തന്നെ ചില കഥകളിൽ വരുന്നുണ്ട്. ചില ചന്ദ്രസ്വരൂപ മിണിപ്പിലാവ് എന്ന് പറയുന്നതൊന്നും ജീവിതം കൂടുതൽ വന്നിട്ടില്ല എങ്കിലും പക്ഷെ ചില കഥകളിൽ ഇപ്പോൾ സിഗ്നൽ എന്ന് പറഞ്ഞ കഥയുണ്ട്, അത് എന്നെ സ്വാധീനിച്ച കുറേ വായനകളാണ്. ആൻ ഫ്രാങ്കിൻ്റെ ഡയറി ഓഫ് എ യങ് ഗേൾ, അതേപോലെ നാദിയ മുറാദിൻ്റെ പുസ്തകം, അതേപോലെ പിന്നെ അങ്ങനെ കുറേ ഒരു യോൻമി പാർക്കിൻ്റെ കൊറിയയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന യോൻമി പാർക്കിൻ്റെ, അതേപോലെ ഖാലിദ് ഹുസൈനിയുടെ ലൈഫും അതിൽ കുറേ കാണിക്കാം. അങ്ങനെയുള്ള കുറേ സ്ത്രീകൾ, ഖാലിദ് ഹുസൈനി അല്ല ഉദ്ദേശിച്ചാൽ മറ്റ് ആൾക്കാർ, കുറേ പെൺകുട്ടികൾ അവരുടെ ഒരു ജീവിതവും പ്രശ്നങ്ങളും ഒക്കെ മനസ്സിനെ വല്ലാതെ ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് ഒരു റിവ്യൂ എവിടെ കാണുകയും ഗദാഫീസ് ഹറാം എന്ന് പറയുന്ന ഒരു പുസ്തകം വായിക്കുകയും ചെയ്തു ഞാൻ. അത് ഒരു ഫ്രഞ്ച് എഴുത്തുകാരിയുടെ പുസ്തകം. ആ പുസ്തകം വായിച്ചത് ഗദാഫിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ചില പ്രശ്നങ്ങളും കാര്യങ്ങളും അതിൽ വിവരിക്കുക, ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ കഥയാണ് അത് പറയുന്നത്. ആ പുസ്തകം വല്ലാതെ സ്വാധീനിച്ചു. അപ്പോൾ അത്തരം ഒരു സംഭവം, ഒരു എന്താ പറയുന്നത്, ഒരു ഏകാധിപത്യ പ്രവണത നമ്മുടെ നാട്ടിൽ കേരളത്തിൽ ഒരു കാലത്ത് വന്നാൽ എങ്ങനെയായിരിക്കും നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾ, അമ്മമാർ, കുടുംബങ്ങൾ എന്നൊരു ചിന്ത എന്നെ കുറച്ച് ദിവസം അല്ലാതെ വേട്ടയാടി. ആ ഒരു വേട്ടയാടിൽ നിന്നാണ് സിഗ്നൽ എന്ന് പറഞ്ഞ കഥ ഉണ്ടായത്. അതേപോലെ എല്ലാ കഥകൾക്കും മണിപ്ലാവ് ഉണ്ടാവാൻ കാര്യം വീട്ടിലുണ്ടായിരുന്ന ഒരു പ്ലാവാണ്. അത് വെട്ടിക്കളയാൻ ഒരു ദിവസം, അതിൻ്റെ കമ്പ് വെട്ടാൻ ഒരു ദിവസം ഇങ്ങനെ തീരുമാനിക്കുകയും വൈഫ് വീട്ടിലേക്ക് ചാഞ്ഞു കിടക്കുന്ന കമ്പ് വെട്ടാൻ പറയുകയും ഒക്കെ ചെയ്തപ്പോൾ അതെന്നെ വല്ലാതെ, കാരണം ഞാൻ ഡിഗ്രി കാലത്ത്
ഞാൻ തന്നെ നട്ട് വളർത്തിയ ഒരു പ്ലാവാണ്. അത് വെട്ടിക്കളയുന്നത് എനിക്ക് വല്ലാത്തൊരു പേടി. വെട്ടിക്കളയല്ല, കമ്പ് വെട്ടുന്ന പോലും. അപ്പം ചില സമയത്തൊക്കെ ഞാൻ ഈ പ്ലാവിൻ്റെ അടുത്ത് പോയി അതിനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു. ഇമോഷണലി പ്രകൃതിയോടും നമ്മുടെ മരങ്ങളോടും ഒക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ബഷീർ ഒരു കാലത്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് അത്ര ആ കമ്പ് വെട്ടാൻ പറഞ്ഞപ്പോൾ ഒരു വല്ലാത്ത ഒരു ഷോക്കാവുകയും അതിൽ കിടന്ന് ഒരു 6-7 വർഷം കഴിഞ്ഞിട്ടാണ് ഈ കഥ വന്നത്. അങ്ങനെ ഒരു കഥകൾക്ക് പിന്നിൽ എല്ലാം മറ്റൊരു കഥയുണ്ട്. അത് കഥാകൃത്തിന് എപ്പോഴും അതിൻ്റെ പിന്നിലൊരു പ്രേരണ ഉണ്ടാവുമല്ലോ അല്ലേ, അതിൻ്റെ ഒരു കഥാതന്തു ഉണ്ടാവുമല്ലോ. സാറിൻ്റെ 2 പുസ്തകങ്ങളാണ് ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഒരെണ്ണം ഈ നമ്മൾ സംസാരിച്ച അമ്മണി പിലാവാണ്. അതിനുശേഷം പ്രസിദ്ധീകരിച്ചാണ് പുക്രൻ എന്നുള്ള ഒരു നോവലാണ്. അത് നാട്ടിൽ നിന്നാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതും ഇതേപോലെ നല്ലൊരു ബെസ്റ്റ് സെല്ലറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇവിടെയും നമുക്കത് കോപ്പികൾ ലഭ്യമാണ്. അതിനെപ്പറ്റി കുറച്ച് എന്താണ് പറയാനുള്ളത് സാറിന്? പുക്രൻ എഴുതിയിട്ട് 5-6 വർഷം കഴിഞ്ഞിട്ടാണ് അത് പുസ്തകമായിട്ട് പുറത്തു വരുന്നത്. ഇത് എഴുതാൻ ഒരു 100% ഫിക്ഷൻ മാത്രമാണ്. അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ കഥാപരിസരം മാത്രം നാടും ജീവിതമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ഈ കഥ എഴുതിയത് ഒരു ചെറിയൊരു നോവലറ്റ് എന്നുള്ള രീതിയിലാണ്. ഒരു 10-20 പേജുള്ള ഒരു കഥയായിട്ട് എഴുതി. പക്ഷേ അതിനുശേഷം പിന്നെ നാട്ടിൽ ചെന്നപ്പോൾ വലിയൊരു പ്രക്ഷോഭം ഞാൻ കാണുകയും ചെയ്തു. നമ്മുടെ അടുത്ത് രാക്ഷസൻ പാറ എന്ന് പറയുന്ന വലിയൊരു പാറയും അതിൻ്റെ പിന്നിലൊരു ശിലാത്സവം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കണ്ണാടി എന്ന് പത്തനംതിട്ടയിൽ കണ്ണാടി എന്ന് പറഞ്ഞൊരു സാഹിത്യ സാംസ്കാരിക വേദി, അതിൻ്റെ പിന്നിൽ ആ പാറ സംരക്ഷിക്കണം. നിത്യചൈതന്യയതി വരെ, നമ്മുടെ നാട്ടുകാരനായ നിത്യചൈതന്യയതി വരെ ഒരു കാലത്ത് പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ വായിച്ചിരുന്നത് ആ പാറയുടെ അതിൽ ഇരുട്ടത്ത് പോയി വിളക്ക് വെച്ചൊക്കെ വായിച്ചു എന്നൊക്കെ കഥ കേട്ട് അത് ഒരു സംരക്ഷിക്കണമെന്ന് പറഞ്ഞൊരു സമരം കണ്ടു. ആ ഒരു സമരം കാണുകയും കഥയുടെ പശ്ചാത്തലം മൊത്തത്തിൽ ഞാൻ രാക്ഷസൻ പാറയാക്കുകയും നാടും കുറേ അതിലേക്ക് വരികയും അങ്ങനെ ഈ കഥ മൊത്തത്തിൽ രണ്ടാമത് പുതുക്കി എഴുതുകയായിരുന്നു. ഇത് ഡിസംബർ 23-ാം തീയതി രാത്രി നടക്കുകയും ഡിസംബർ 24 ഒറ്റ രാത്രിയിൽ നടന്നു തീരുന്നതും, പക്ഷേ 7 സ്ഥലങ്ങളിൽ നടക്കുകയും ചെയ്യുന്ന ഒരു സസ്പെൻസ്, വ്യത്യസ്ത ജീവിത 7 വ്യത്യസ്ത രീതിയിലുള്ള ആൾക്കാരോട് കൂടിച്ചേർന്ന് അവസാനം കഥ അവസാനിക്കുകയും ചെയ്യുകയാണ്. ഒരു 70-കളിൽ നിന്ന് 70-80-കളിലെ 70-75 ഞാൻ ജനിച്ച ആ ഒരു കാലഘട്ടമാണ് ഇതിനകത്ത് എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കഥ ഒരു സസ്പെൻസ് ടൈപ്പ് സുധാമൂർത്തി രീതിയിൽ എഴുതുന്ന രീതി എഴുതിയതാണ്. കുട്ടികൾക്ക് വായിച്ചാൽ മനസ്സിലാവും. പിന്നെ നാട്ടിലെ കുറേ മിത്തുകളും ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഇവിടെ അവൈലബിൾ. നാട്ടിൽ ഡോൺ ബുക്സ് ആണ് അത് പ്രസിദ്ധീകരിച്ചത്. ത്രില്ലർ എന്ന നിലയിൽ ത്രില്ലർ എന്നുള്ളതിൽ അത് വായിക്കുന്നവർക്കൊക്കെ അത് ഒറ്റ ഇരിപ്പിന് വായിച്ചു കേൾക്കാം. 100-200 പേജുകൾ മാത്രമേ ഉള്ളൂ. ഒറ്റ ഇരിപ്പിന് വായിച്ചു കേൾക്കാം. ലളിതമായ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ സംസാരിച്ചില്ല. കുടുംബം, ഭാര്യ, കുട്ടികൾ, ജോലി എന്തൊക്കെയാണെന്ന് ഒന്ന് പറയാമോ? ഞാൻ പത്തനംതിട്ട ജില്ലയിലെ കൂടൽ എന്ന ഗ്രാമപ്രദേശത്താണ് എൻ്റെ ജനനം. ഞങ്ങൾ 10 മക്കളാണ്. അപ്പനും അമ്മയുമില്ല, മരിച്ചുപോയി. ബാക്കി ഞങ്ങൾ 10 മക്കളുണ്ട്. അതിൽ 9ാമനാണ് ഞാൻ. കുടുംബമായിട്ട് ഇവിടെ UAE തന്നെയാണ്, ഷാർജയിൽ താമസിക്കുന്നു. വൈഫിൻ്റെ പേര് ബിന്ദു എന്നാണ്. ഒരേ ഒരു മകളേ ഉള്ളൂ, ദിയ. ഞാനിപ്പോൾ ദുബായിൽ ഒരു ലീഗൽ കൺസൾട്ടൻസി കമ്പനിയിൽ HR ആൻഡ് അഡ്മിൻ ഇൻചാർജായിട്ട് വർക്ക് ചെയ്യുകയാണ്. അവർ TVക്കൊപ്പം ഇത്രയും നേരം സമയം ചിലവഴിച്ചതിന് സാറിന് നന്ദി. ഇനിയും ഒരുപാട് രചനകൾ ഉണ്ടാവട്ടെ. എല്ലാ പുസ്തകങ്ങളും വായിക്കപ്പെടട്ടെ, ഒരുപാട് ലോകങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം. കുറച്ച് സമയം എൻ്റെ എഴുത്തിനെയും വായനയെ പറ്റിയും പുസ്തകങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കാൻ കഴിഞ്ഞതിലും അവർ TVയുമായിട്ട് പ്രേക്ഷകരുമായിട്ട് സംവേദിക്കാൻ കഴിഞ്ഞതിലും വളരെയേറെ സന്തോഷം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. This program brought to you by NK Group, Lucky Center and Lucky Department Store, Ajuman.